ഇന്നത്തെ കാലഘട്ടത്തിൽ മെഡിക്കൽ ഇൻഷുറൻസിന് പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ വർഷവും ഹോസ്പിറ്റൽ ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മെഡിക്കൽ ഇൻഫ്ലേഷൻ 14%. മിനിമം ഒരു 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് തന്നെയെങ്കിലും എടുത്തു വയ്ക്കുക. പ്രായം കൂടുതലുള്ളവർ 15 അല്ലെങ്കിൽ 20 ലക്ഷം രൂപയുടെ തന്നെയെങ്കിലും ഇൻഷുറൻസ് കവറേജ് എടുത്തു വയ്ക്കുക. മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. 3 തരത്തിലുള്ള വെയിറ്റിംഗ് പീരീഡ് എല്ലാ മെഡിക്കൽ ഇൻഷുറൻസിനും ഉണ്ട്. പ്രൈമറി വെയിറ്റിംഗ് പീരീഡ് എന്നുള്ളത് 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡാണ് ഇൻഷുറൻസ് പോളിസിയിലുള്ളത്. അതായത് ഹെൽത്ത് ഇൻഷുറൻസിൽ 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ്. ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞാണ് ഇൻഷുറൻസ് കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 2 years എക്സ്ക്ലൂഷൻ എന്നുള്ള ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് 2 വർഷത്തേക്ക് കവറേജ് ലഭിക്കില്ലാത്ത കുറച്ച് അസുഖങ്ങളുണ്ട്. അത് സാധാരണയായിട്ട് ഹെർണിയ, അപ്പൻഡിസൈറ്റിസ്, കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മുട്ടുവായു മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, കാട്രാക്റ്റ്, ENT റിലേറ്റഡായുള്ള അസുഖങ്ങൾ, ചെറിയ മുഴകൾ, ഇവയ്ക്കൊന്നും 2 വർഷത്തേക്ക് കവറേജ് ഉണ്ടാകുകയില്ല. പലർക്കും സംശയം നിലവിലുള്ള അസുഖങ്ങൾക്ക് കവറേജ് ലഭിക്കുമോ എന്ന്. എന്ത് അസുഖം ഉണ്ടെങ്കിലും ഡിക്ലെയർ ചെയ്താൽ മാത്രമാണ് നിലവിലുള്ള അസുഖങ്ങൾക്ക് കവറേജ് ലഭിക്കുന്നത്. സാധാരണയുള്ളത് BP അല്ലെങ്കിൽ ഷുഗർ, ഇവ മറച്ചു വെച്ച് ഒരിക്കലും പോളിസി എടുക്കരുത്. കാരണം അത് മറച്ചു വെച്ച് പോളിസി എടുത്താൽ മറ്റുള്ള അസുഖങ്ങൾക്ക് പോലും നമുക്ക് ഇതിനകത്ത് കവറേജ് ലഭിക്കില്ല. അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ ഈ ഡിക്ലെയർഡ് അസുഖങ്ങൾക്ക് വരെ കവറേജ് ലഭിക്കും. അതുകൊണ്ട് എല്ലാ അസുഖങ്ങളും ഡിക്ലെയർ ചെയ്ത് മാത്രം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുക. രണ്ടാമത്, റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള ഒരു പോളിസി എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തിട്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ കുടുംബത്തിലേക്ക് ഒരു 10 ലക്ഷം രൂപ പോളിസി എടുത്തിട്ട് ഒരാൾക്ക് ക്ലെയിമായിട്ട് ഒരു 8 ലക്ഷം രൂപ വന്നു എങ്കിൽ, സാധാ പോളിസികൾക്കാണെങ്കിൽ പിന്നീട് 2 ലക്ഷം രൂപ കവറേജാണ് ഉള്ളത്. ഒരു കുടുംബത്തിലെ മറ്റൊരാൾക്ക് ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ ഈ 2 ലക്ഷം രൂപയുടെ കവറേജ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്ത തുക വീണ്ടും റീസ്റ്റോർ ചെയ്ത് എപ്പോഴും ആ സം അഷ്യൂർഡിൻ്റെ കവറേജ് ആ പോളിസിയിലുണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണം അനുസരിച്ച് നമുക്ക് 8 ലക്ഷം രൂപയുടെ പേയ്മെൻറ്റ് ചെയ്താലും വീണ്ടും ആ 10 ലക്ഷം രൂപയുടെ കവറേജ് എപ്പോഴും നിലനിൽക്കും. അതുപോലെ തന്നെ ഈ വന്ന അസുഖത്തിന് വീണ്ടും വന്നാൽ സാധാ പോളിസികൾക്ക് കവറേജ് ലഭിക്കാത്ത പോളിസിയുണ്ട്. എന്നാൽ 60 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡുള്ള പോളിസികളുണ്ട്. അതുകൂടി ഒന്ന് നോക്കുക. പിന്നെയുള്ളത് കവറേജ് മെറ്റേർണിറ്റി ബെനിഫിറ്റ് ഉള്ള പോളിസികൾ ആവശ്യമുള്ളവർ മാത്രം അതെടുക്കുക. ഈ മെറ്റേർണിറ്റി ബെനിഫിറ്റിൻ്റെ കൂടെ തന്നെ ഡേ 1 കവറേജുള്ള പോളിസികൾ എടുത്തു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം കുട്ടി ജനിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ സാധാ പോളിസികൾക്ക് 3 മാസം കഴിഞ്ഞാണ് കുട്ടീനെ ആ പോളിസിയിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 മാസത്തിൻ്റെ ഇടയ്ക്ക് കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ കുട്ടി അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. കുട്ടിക്ക് ഉണ്ടാവുമ്പോൾ തന്നെ കവറേജുള്ള പോളിസികൾ കൂടി ആ മെറ്റേർണിറ്റി ബെനിഫിറ്റിനോടൊപ്പം തന്നെ ആ കവറേജ് കൂടി ആഡ് ചെയ്ത് പോളിസി എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഇതുപോലെ പോളിസി എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ക്ലെയിം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ക്യാഷ്ലെസ് ഉള്ള കമ്പനികളുടെ പോളിസി എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് അഡ്വാൻസായിട്ട് ചെയ്തിട്ട് പിന്നീട് ബില്ലൊക്കെ പ്രസൻറ്റ് ചെയ്ത് റീഇംബേഴ്സ് ചെയ്യേണ്ടി വരും. ആ ഒരു സാഹചര്യം ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. ക്യാഷ്ലെസ് ഉള്ള കമ്പനികളുടെ പോളിസികൾ തിരഞ്ഞെടുക്കുക. ഇനിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നോക്കാം.